പെട്ടെന്ന് നോക്കിയാല് പൊട്ടാസിന്റെ വെട്ടിയെടുക്കുന്നു. നോക്ക്, ഞാനിവിടെ നിൽക്കുന്ന ഭിത്തി തനിക്ക് കാണാമോ? അത് കണ്ട നോക്ക്. നമസ്കാരം, എല്ലാവർക്കും ദേവിചന്ദ്രൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ശ്രുതിയാണ് ഇന്ന് നമ്മളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പോൾ എൻ്റെ വ്ളോഗ്സ് കാണുന്ന എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഈ വലിയ പൊട്ടൊക്കെ ഒന്ന് മാറ്റൂ, ഒന്ന് ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റൂ. ശരി, നിങ്ങൾ പറഞ്ഞ അനുസരിച്ചേക്കാമെന്ന് വെച്ച് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വാലന്റൈൻസ് ഡേ മേക്ക് ഓവറിലേക്ക് കടക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം എന്താകും എന്തോ, ശ്രുതി ഈ പരീക്ഷണശാലയൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. ഇന്ന് ശ്രുതിയുടെ അര ഞാനാണ്, ഹെയറും മേക്കപ്പും എല്ലാം ശ്രുതിയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ചിത്രീകരണം വളരെ വ്യത്യസ്തനായ ഒരാളാണ്. വിപിനാണ് നമ്മുടെ ഇന്നത്തെ ഫോട്ടോഗ്രാഫർ കം എന്താ പറയുക, വീഡിയോഗ്രാഫർ. അപ്പോൾ വിപിനും താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മളുടെ മേക്ക് ഓവർ സെഷനിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. സാരി തന്നെയാണ് കേട്ടോ, വേറെ ഡ്രസ്സൊന്നും ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല, അത് പേടിക്കണ്ട. സാരിയുണ്ട്, പിന്നെ കിഷോർ ഏട്ടനും ഉണ്ട്, വ്യത്യസ്തമായ കുറേ ഓർണമെന്റ്സും എല്ലാം ഉണ്ട്, വരുന്നുണ്ട്, കണ്ടോ. ഓക്കെ, തുടങ്ങാം. എല്ലാ ആൾക്കാരുടെ കയ്യിൽ നിന്ന് സാരി വാങ്ങുക, വെറുതെ വാങ്ങിക്കുക, എന്നിട്ട് ഫോട്ടോഷൂട്ട് നടത്തുക, ഇതല്ല തന്റെ പരിപാടി. എനിക്കിട്ടോ ഞാനത് പൈസ കൊടുത്ത് വാങ്ങണം, തന്നെ പോലല്ല. എല്ലാം കൊളാബ് എന്നും പറഞ്ഞ്. കൊളാബൊന്നുമല്ല ഇത്, നമ്മള് ഇന്നൊരു സ്പെഷ്യൽ ജ്വല്ലറി സെഷനും കൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. കൊളാബൊന്നുമല്ല കേട്ടോ, ഇത് പൈസ കൊടുത്ത് മേടിച്ചതാണ്. ഇത് അതിന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതേ ലെവൻഡർ ഷെയ്ഡ് വല്ലപ്പോഴെങ്കിലും പൈസ കൊടുത്തൊന്ന് വാങ്ങിച്ച്. പൈസ നല്ല ചില്ലറ പൈസ ഒന്നുമല്ല, നല്ല ഉണ്ടോ അതേ ഷെയ്ഡിന്. ഞാൻ സ്പാർക്കിൾസ് ബൈ അർച്ചന എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റ പേജ് ഉണ്ട്, അവിടെ നിന്ന് ഞാൻ മേടിച്ചത്. കണ്ടോ, സാരിക്ക് മാച്ച് ചെയ്യുന്നു. എത്ര മാച്ചൊന്നുമല്ല, കണ്ണാണ് കൈ കണ്ണാടി മാറ്റാറായി കേട്ടോ, മാച്ചല്ലെന്ന്. ഉണ്ടോ അതിന്റെ കമ്മല്, അതിന് കളറുള്ള വള, ഇത് തന്നെ വാങ്ങിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല കണ്ടോ കമ്മൽ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു വാലന്റൈൻസ് ഡേ മൂഡില്ലേ. ഹിന്ദി സീരിയലിന്റെ മൂടുണ്ട്. ഹിന്ദി സീരിയൽ ഞാൻ മര്യാദയ്ക്ക് അവിടെ ഇരുന്നല്ലേ, മിണ്ടാതെ എന്നെ കൊണ്ട് മിണ്ടിക്കാൻ തുടങ്ങിയ പിന്നെ ഞാൻ കൊന്നിട്ട് ഇണങ്ങുള്ളൂ എന്നറിയാം. എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പുതിയ കാര്യമല്ലല്ലോ, സാരില്ല. കല്യാണ രാമല്ലേ ഇന്നസെന്റ് ആയിട്ടും പറയണല്ലേ, കോൺസെൻട്രേഷൻ പോയാൽ ആയുധമാണ് കണ്ണിക്കുത്തി കയറും. പെട്ടെന്ന് നോക്കിയാല് പൊട്ടാസിന്റെ വെട്ടിയെടുക്കുന്നു, പഴയ പൊട്ടാസ്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, വലിയ പൊട്ടാസ്, ചെറിയ പൊട്ടാസ്. നിങ്ങൾ കുട്ടികൾക്കാണെങ്കിൽ ഇത് കൊടുക്കും, വലിയവർക്കാണെങ്കിൽ ഇത് കൊടുക്കും. സെന്ററിലൊരു താജ്മഹൽ പണിയണം. ഇദ്ദേഹത്തിന്റെ ഐഡിയ ആണ്. എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതി. ഞാൻ ഇതിൽ സംതൃപ്തയായിരുന്നു. ആ, എവിടെ കുത്തണം സാർ? എവിടെയും കുത്തും. ആദ്യം വൃത്തിയുണ്ടോ നോക്കുക. മതിയോ? ആ മതി. ഒരു താല്പര്യം ഇതുപോലെ കറക്റ്റ് അറിയുന്നില്ലേ? വെള്ളാരക്കല്ലിന് തിളങ്ങുന്നില്ലേ? തിളങ്ങണം കേട്ടോ. ഇത് ശരിക്കും നല്ല ഭയങ്കര വലിപ്പമുള്ളത് കൊണ്ടേ എന്റെ കാതിങ്ങനെ തൂങ്ങി തറയിലായിട്ടുണ്ട് കേട്ടോ. നമ്മള് ഓൺലൈനിൽ നിന്ന് ഒരു ഇൻവിസിബിൾ ചെയിൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വർക്കാവാൻ തോന്നുന്നു. ദൂരെ നോക്കുമ്പോ അറിയുന്നില്ലെന്ന് തോന്നുന്നു. സമാധാനായില്ലേ ഈ വേഷം കൂടി ഇടിപ്പിച്ചപ്പോ? നോക്ക്, ഞാനിവിടെ നിൽക്കുന്ന ഭിത്തി തനിക്ക് കാണാമോ? അത് കണ്ട നോക്ക്, വെള്ളം കൊണ്ടുള്ള ഒരു സമാധാനം. ക്യാമഫ്ലേജ് എന്ന് പറഞ്ഞാൽ മതി. ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ, ചില ഈ മറ്റേ ഒന്നിനൊക്കെ ഉണ്ടോ അങ്ങനെ ഒതുക്കത്തിൽ ഒന്ത് എന്ന് വിളിച്ച്. എനിക്ക് അങ്ങനൊക്കെ തന്നെ. തനിക്ക് അത്രയും പ്രശ്നമില്ല, എനിക്കാ ഭയങ്കര ചേർച്ച. എന്റെ വീടുമായിട്ട് എനിക്ക് വിട്ടുപോകാൻ പറ്റാത്ത, അതുകൊണ്ട് ഷർട്ട് പോലും ആ കളറിലിട്ടോണ്ട് നടക്കുന്നേ. എന്റെ കണ്ണാടി ഞാൻ ശ്രദ്ധിച്ചോ?
എന്റെ ടിന്റ് എന്ത് കളറാ? സെയിം അത് തന്നെയാ. താൻ വാലന്റൈൻസ് ഡേക്ക് ഒരു മര്യാദ ലെവൻഡർ ഇട്ടെന്ന് പറഞ്ഞ കണ്ണാടിയുടെ ടിന്റ് പോലെ ലെവൻഡർ ഇട്ട് നടക്കുക. ഇത്രയും ഞങ്ങൾ പറഞ്ഞില്ല. എല്ലാം അബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിലും പറയാലോ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ക്ലിൻഡൻ ആണ് എനിക്ക് ശ്രുതിയെ പരിചയപ്പെടുത്തിയത്. നമ്മൾ ആദ്യമായിട്ടാണ് ഞങ്ങളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ ഹംസത് ബനി ഞങ്ങൾ ജസ്റ്റ് കണ്ടിരുന്നു. ശ്രുതി നമ്മുടെ പട്ടൺ റഷീദക്കയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായിട്ട് സ്വന്തമായിട്ട് പാർലറൊക്കെ ഉണ്ട്. എവിടെയാ? ചുള്ളിക്കൽ തോപ്പുംപടിയിൽ ചുള്ളിക്കൽ സ്വന്തമായിട്ട് പാർലറൊക്കെ ഉണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, ഹെയർ ചെയ്യും. അതെ, ഞങ്ങള് കോളേജ് മേറ്റ്സ്. എന്റെ ജൂനിയർ ആട്ടോ. കോളേജ് മേറ്റ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ദൈവം ഇത്ര പ്രായമുള്ള ഉത്സാഹമായിരിക്കും. എന്റെ ജൂനിയർ ആണ്. ഫൈൻ ആർട്സിലായിരുന്നു RLVയിൽ. ഞാനപ്പോൾ അവിടെ PG ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോളേജ് മേറ്റ്സും കൂടെയാണ്. അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാട്ടോ മനസ്സിലായത്. വളരെ പടം വരെയാണ്. അതെ, ഇതും ഒരു പടം വരെയാണല്ലോ. അപ്പം ഏകദേശം ഒക്കെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെയോ ഒരു വ്യത്യാസമുണ്ട് അല്ലേ? ഉണ്ടോ? അങ്ങനെ പറയാം. എന്നെ മനസ്സിലാക്കിക്കരുത്. തന്നോട് അഭിപ്രായം ചോദിക്കാൻ എനിക്ക് പേടിയാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാള സീരിയലിൽ നിന്ന് ഹിന്ദി സീരിയലിൽ പോയ പോലെ ഉണ്ട്. ആണോ? മതി. ഞാൻ അതായത് അപ്ഗ്രേഡ് ചെയ്തിട്ടാണല്ലോ പറഞ്ഞത്. തീരെ താഴോട്ടല്ലല്ലോ പോയത്. സീരിയലില് ഇങ്ങനെ ഡ്രസ് ചെയ്താന്ന് തോന്നുന്നു. ഊണ് കഴിക്കാൻ പോകുമ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെ ഡ്രസ് ചെയ്താ പോകുന്നത്. ഊണ് കഴിക്കാൻ പോവല്ലേ ഇപ്പൊ ഇതൊക്കെ ചെയ്തിട്ട്? അല്ല, ഫോട്ടോ എടുക്കാൻ പോവാ. വിപിന്റെ മാസ്മരികമായ ഫോട്ടോഷൂട്ടിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ശരിക്കും ഈ സാരിയുടെ ഒരു പറ്റിയ സ്ഥലമാണ്. ഇഷ്ടംപോലെ വിഷ്വൽസ് എടുക്കാൻ പറ്റിയ സ്ഥലമായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പരിമിതമായ സ്ഥലത്ത് ഫ്ലാറ്റിലെടുത്തു. അതിലും വലുതൊന്നുമല്ലല്ലോ. ആകെ 500 സ്ക്വയർ ഫീറ്റുള്ള ഫ്ലാറ്റ് ഷൂട്ട് ചെയ്തു. പിന്നെയാണോ നമ്മൾ 1500 സ്ക്വയർ ഫീറ്റ്? 1500 അല്ലല്ലോ, ഇവിടെ 12,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. കുഴപ്പമില്ല, ഇതൊക്കെ മതി. ഈ സാരിയുടെ വിശേഷം പറയാനാണെങ്കിൽ ഇത് ആർടെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിത്താമ്പള്ളിയിലുള്ള ആർടെക്സ് അവരുടെ സാരിയാണ്. ജ്വല്ലറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പാർക്കിൾസ് ബൈ അർച്ചന. ഇതിന് നല്ല പൈസ ഉണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു 10K അടുപ്പിച്ച് വരുന്നുണ്ട്. പിന്നെ കറക്റ്റ് നമ്മൾ അതിനനുസരിച്ച് മാച്ചിങ് വളയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് വള സംഘടിപ്പിച്ചെന്ന് സിന്ധു ചേച്ചിയാണ്. അപ്പം റെഡിയായി. ബാക്കി എല്ലാം ഓവർ ടു ഫോട്ടോഷൂട്ട്. അങ്ങനെ നമ്മൾ വിജയകരമായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ അവസാനിച്ചു. അപ്പം സാരി, താങ്ക് യു ആർടെക്സ്, ജ്വല്ലറി സ്പാർക്കിൾസ് ബൈ അർച്ചന, മേക്കപ്പ് ആൻഡ് ഹെയർ ശ്രുതി, എല്ലാവർക്കും താങ്ക് യു ഫോർ മീ. അതെ, താങ്ക് യു ഫോർ കിഷോർ വർമ്മ. കാരണം എനിക്ക് ഒരു പാർട്ട്ണറായിട്ട് ഈ ഫോട്ടോഷൂട്ടിന് താങ്കളുടെ സഹകരണം വളരെയധികം ഉദാത്തമായിരുന്നു, വളരെ നന്നായിരുന്നു. അപ്പം നമ്മുടെ ഈ ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ, എനിക്ക് തോന്നുന്നു വാലന്റൈൻസ് ഡേ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഡേ വളരെ എന്താ പറയുക, ലുക്കിംഗ് ഫോർവേഡ് എന്നൊക്കെ പറയുന്ന പോലെ ഇന്ന് ചെറുപ്പക്കാരാണ് അത് ഏറ്റവും അധികം ആഘോഷിക്കുന്നത്. നമ്മളുടെ വാലന്റൈൻസ് ഡേ ഒക്കെ കല്യാണത്തിന് മുമ്പായിരുന്നു. ഞാൻ എല്ലാ വാലന്റൈൻസ് ഡേയും ഒരു സ്ഥലത്ത് പോകാറുണ്ട്. ശബരിമലയിലാണ് എൻ്റെ വാലന്റൈൻസ് ഡേ. സാങ്കേതിക കാരണങ്ങളാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ തൽക്കാലം ഈ മാസം നമ്മളൊന്ന് ചെറിയ ബ്രേക്ക് എടുക്കുക, മാർച്ചിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, കാരണം ഇപ്പം നമ്മൾ ഭയങ്കര ഓൾഡ് ജനറേഷൻ അല്ലെ, തന്ത വൈബൊന്നും അല്ല, പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് ഭയങ്കര കുറച്ചും കൂടെ അഗ്രസീവായിട്ടുള്ളൊരു സ്നേഹവും പ്രേമവും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. കാരണം ഒരാളെ ഇഷ്ടമല്ല അല്ലെങ്കിൽ അയാൾ ഇഷ്ടം നിഷേധിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുക. ഇന്നിപ്പോൾ നമുക്ക് സൈബർ യുഗമാണ്, ഒരുപാട് എന്താ പറയുക സാധ്യതകളെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സ്നേഹവും പ്രേമവും ഒന്നും നമുക്ക് വേണ്ട. എന്തിനാ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് അന്ന് ശ്രീകുമാരൻ തമ്പി സാറിന്റെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ. തീർച്ചയായിട്ടും ഞാൻ സാറിന് ഒരു നരസിംഹജ്യോതി പുരസ്കാരം സാറിന് ഈ വർഷം ആനേടി ക്ഷേത്രത്തിൽ വെച്ച് സമ്മാനിക്കേണ്ടായി. അപ്പോൾ ആ ഫംഗ്ഷന് വളരെ അവിചാരിതമായിട്ട് എന്നെയും ക്ഷണിച്ചു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാണ്, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്താണ് അങ്ങനെ ആകുന്നത്, ഭയങ്കര ഒരു വയലൻസ് അല്ലെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് നല്ല രീതിയിലും നല്ലതാണ്. പക്ഷേ ഇങ്ങനെയുള്ള വളരെ എന്താ പറയുക ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അത്രയും എന്താ പറയുക ഒരു ദേഷ്യവും അഗ്രസീവ്നെസ്സും ഒന്നും വേണ്ട. നമുക്ക് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളെ എടുക്കാം. അന്ന് സാറ് പറഞ്ഞ പോലെ സാറിൻ്റെ ഒരു അന്നത്തെ കാലത്ത് സാറ് പറയായിരുന്നു, അന്നിപ്പം നമ്മളെ ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളെ വേണ്ടാന്ന് വെച്ച് പോകുമ്പോൾ സാറിൻ്റെ തന്നെ പാട്ട് സാറ് അത് കോട്ട് ചെയ്തു. എനിക്കത് പാട്ട് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെയധികം ഇമോഷണലായിപ്പോയി. ആ പാട്ട് ഇതേ ഇങ്ങനെയാ: മംഗളം നേരുന്നു ഞാൻ മനസ്വിനി
മംഗളം നേരുന്നു ഞാൻ. അലിഞ്ഞു ചേർന്നതൻ ശേഷമൻ ജീവനെ പിരിഞ്ഞു പോയി നീ എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ. മനസ്വിനി മംഗളം നേരുന്നു ഞാൻ. എന്ത് പാട്ടല്ലേ, നമ്മളെ പിരിഞ്ഞു പോയാലും സുഖമായിട്ടിരിക്കാൻ ആശംസിക്കുന്ന ഒരു നായകൻ അല്ലെങ്കിൽ ഒരു കാമുകൻ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള തിരിച്ചും കേട്ടോ, ഞാൻ പറഞ്ഞ ഇത് ഒരു ജെൻഡറായിട്ട് പറയുന്നതല്ല. സിനിമകളിലൂടെയൊക്കെ നമ്മളിപ്പം പണ്ടത്തെ കാലത്തെ ഒരു പാട്ട് കോട്ട് ചെയ്ത് പറഞ്ഞെങ്കിലും ഈ അടുത്ത് കണ്ട 2-3 സിനിമകളിൽ ഈ ഒരു രംഗങ്ങള് വയലൻസ് ഇല്ലാതെ ആശംസിച്ച് വിടുന്ന രംഗങ്ങളും ഉണ്ട്, ഉൾപ്പെടുത്തിയ സിനിമകളുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്നേഹമാകട്ടെ നമുക്ക്. സ്നേഹിക്കുമ്പോൾ ഏറ്റവും അധികം നമ്മൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന സിനിമയുടെ ഒരു കാര്യം, പക്ഷെ ജീവിതത്തിൽ അങ്ങനെയൊന്നും കാണുന്നില്ല. വയലൻസ് മാത്രമേ തുറന്നാലും ന്യൂസ് വെച്ചാലും വയലൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ സിനിമയിലെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സേ നോ ടു വയലൻസ്. പ്രത്യേകിച്ച് സ്നേഹത്തിന്റെ കാര്യത്തിൽ. സ്നേഹം എന്ന് പറഞ്ഞാൽ അത്രയും വളരെ ഇമോഷണൽ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ. ശരിക്കും സത്യം പറഞ്ഞാൽ സ്നേഹത്തിൽ വഞ്ചിക്കപ്പെടുക, അല്ലെങ്കിൽ സ്നേഹത്തിൽ കള്ളം കാണിക്കുക, അല്ലെങ്കിൽ സ്നേഹത്തിൽ നമ്മളെ പറ്റിക്കുക, അതൊക്കെ നമുക്ക് ശരിയാണ്, നമുക്ക് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മളെ സ്നേഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന പോലെ എന്നെ തിരിച്ച് സ്നേഹിക്കണം എന്നാണ്. പക്ഷെ അത് എല്ലായ്പ്പോഴും നടന്നുകൊള്ളണം എന്നില്ല. അപ്പോൾ നടക്കാത്തവർക്കായാലും അല്ലെങ്കിൽ നടക്കുന്നവർക്കായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അങ്ങനെ ഒരു ദിവസം സ്നേഹിക്കാൻ വേണ്ടി ഒരു ദിവസം, അച്ഛന്റെ സ്നേഹത്തിനൊരു ദിവസം, അതൊക്കെ സായിപ്പിന്റെ നാട്ടിൽ സായിപ്പ് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് എന്നും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അവരെന്താണോ അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. അല്ല, അത് പണ്ട് പറഞ്ഞിട്ടുള്ള, എനിക്കത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഗിഫ്റ്റ് കാർഡ്സും ഇതുമൊക്കെ സെല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാക്ടിക്സ് ആയിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. നമുക്കറിയില്ല. പക്ഷെ എന്നാലും ബാക്കിയെല്ലാം പാർട്ട് നമ്മൾ സ്നേഹിക്കാൻ വേണ്ടി ഒരു ദിവസം വേണ്ട, എല്ലാ ദിവസവും നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പം സ്പ്രെഡ് ലവ്. നിങ്ങളെയും എല്ലാവരും ഇഷ്ടപ്പെടട്ടെ. നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളിലേക്കും എത്തുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ആ സ്നേഹം എപ്പോഴും ഉണ്ടാകണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ.